ഈ ടൂറിസ്റ്റ് സ്ഥലത്താണെങ്കിൽ പോലും ഒരു പട്ടിയും കൊണ്ട് വരും നോക്കിയേ. അല്ലെ പാർട്ട്ണർ ഇല്ലാത്തവർ പട്ടിയും കൊണ്ട് വരും, അത്രേ ഉള്ളൂ അല്ലേ. 20 ഡോളർ കൊടുത്ത് മേടിച്ചാണേ. നമ്മുടെ സമോസയ്ക്കകത്ത് ഉരുളക്കിഴങ്ങും സാധനം എല്ലാം കൂടെ ഉരുട്ടി അവൻ പന്താക്കി ഇടിച്ചു വരും. ഇന്ത്യൻ്റെ കടയായിരുന്നു. ഇന്ത്യൻ്റെ കട ആയതുകൊണ്ട് പറയല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാം, ആദിവാസികളെ പറ്റി ഒന്നും അറിയത്തില്ല. നമുക്കൊരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിത് പ്രസ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഞങ്ങൾ സ്റ്റാർബുക്ക് ഐലൻഡിലേക്ക് പോകട്ടോ. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് നല്ല അട്ടിപ്പ സ്പീഡാട്ടോ. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങള് 3-4 ഫാമിലി ഉണ്ടേ. ഇത് അരുൺബ്രോ എവിടെയാ ബ്രോ? നാട് എവിടെയാ ബ്രോ? മൂവാറ്റുപുഴ. ഇവിടെ വന്നിട്ട് അരുണ്ടല്ലോ നേരത്തെ. അതെ, ഇവിടെ നമ്മളിപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് അരുണിന്റെ ഫാമിലി ഉണ്ട്. ഇത് നമ്മുടെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ജസ്റ്റിൻ ബ്രോ. നാട് എവിടെയാ ബ്രോ? പത്തനംതിട്ട. ഒരു വൈഫും ഒരു കുടുംബമായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ഭയങ്കര ഷൂട്ടാണ്. അപ്പൊ സ്റ്റാർബുക്ക് ഐലൻഡിൽ കേട്ടോ. ഞങ്ങൾ ബ്രിസ്ബനിൽ നിന്ന് നല്ല ഒരു 1 ഡേ ട്രിപ്പ്. അടിപൊളിയല്ലേ ബ്രോ? ഇത് സൂപ്പർ സ്ഥലം കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് സീ ലിങ്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ ലിങ്കും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഒരാൾക്ക് ടിക്കറ്റ് അത് അഡൽറ്റിനാണ് 20, കിഡ്സിനാണെങ്കിൽ $16 ഉള്ളൂ. അപ്പം 1 ഡേ ആയിട്ട് ഇവിടെ ചിലർ 2 ദിവസമൊക്കെ താമസിക്കുന്നുണ്ടല്ലേ. ഫ്രീ കാർ പാർക്കാണ് ഫ്രണ്ടിൽ. എന്നിട്ട് നമ്മള് കറക്റ്റ് റെല്ലാൻ ബേ വിക്ടോറിയ പോയിന്റ് ജംഗ്ഷൻ പറഞ്ഞ പേരാണ് നമ്മൾ കയറുന്നത്. ഫെറി ടെർമിനലിന്റെ എൻട്രൻസ് എനിക്ക് തോന്നേ അത് നമ്മൾ ആ ലൊക്കേഷൻ ഉണ്ട്. ഈ ഫെറി ടെർമിനലിൽ പോകുന്നുണ്ട്. ആ ലൊക്കേഷൻ നമ്മൾ പിൻ ചെയ്തിടാം അതിനകത്ത്. ഇതൊക്കെയാണ് കാഴ്ചകൾ ഇവിടുത്തെ കേട്ടോ. ഏതായാലും നമ്മുടെ ഈ ഫെറി ചെറിയ ഒരു ബോട്ടാണ്. നമ്മൾ ഈ കങ്കാരുവിൽ പോയ സെയിം സംഭവം തന്നെ, അതേപോലെ തന്നെ ഒരു സെയിം ബോട്ടാണ്. നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടത്. അപ്പം നമ്മുടെ ഓസ്ട്രേലിയയിൽ ഞാൻ പോകാത്തൊരു സ്ഥലമാണ് സ്റ്റാർബുക്ക് ഐലൻഡ്. അപ്പോൾ അത് ഇന്ന് അതുകൂടെ സാധ്യമായി. അത് ഇവരുടെ കൊടുത്ത് ചങ്ക് ബ്രോസിൻ്റെ ഒക്കെ കൊടുത്ത് കരക്കെത്തി കേട്ടോ. കരക്കെത്തി ഫൈനലി. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ചെറിയ ബോട്ടുണ്ടെങ്കിലേ നമുക്ക് കിട്ടാൻ പാടാ. എന്നിട്ട് ഈ ചെറിയ ബോട്ടുള്ളവരെ ഇതേ കൂട്ടൊരു ബോട്ടൊക്കെ മേടിക്കണം കേട്ടോ ബ്രോ. ഇതിനെന്നറിയോ എങ്ങനെയാണ് നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ വന്ന് വയസ്സാം കാലത്ത് നിങ്ങളുടെ സമയം എങ്ങനെയാണ് വിളിക്കുന്നത്? ഓസ്ട്രേലിയ മൊത്തം ഫുൾ ടൈം ജോലി ചെയ്യുന്നതാണോ ഉദ്ദേശിക്കുന്നത്? എന്റെ കൂട്ടണം മേടിച്ച് ചെറിയൊരു കരാവനൊക്കെ മേടിച്ച് ഇങ്ങനെ പറന്ന് കിടക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ വന്ന അവസാനം. അന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മേടിച്ചേ പറ്റുള്ളൂ. 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്റ്റാർബുക്ക് ഐലൻഡിൽ വന്നു കേട്ടോ. നമ്മൾ ഈ ക്ലീവ്ലാൻഡ് റെല്ലാൻ ബേ ആ ഡോക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പലരും മറ്റേ 4 വീൽ ഡ്രൈവ് ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 4 വീൽ ഡ്രൈവ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പോഴത്തെ ഈസ്റ്റർ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങളുടെ വണ്ടികളൊക്കെ പ്രാടമൊക്കെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്കിങ്? അടിപൊളിയായിരുന്നല്ലേ. നമ്മൾ വണ്ടിയും കൊണ്ട് വരുമായിരുന്നു. സൂപ്പറായിരുന്നേ. നമുക്ക് നേരത്തെ ഈസ്റ്ററിന് നമ്മൾ ഈസ്റ്ററിനൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുമായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? എന്നാ പറയാനാ, നമുക്ക് ഈ ഒരു ദിവസം പ്ലാൻ ചെയ്ത് വരാം. ഇത് ചൂണ്ടിയിടുന്നുണ്ടല്ലോ ഒരാൾ അവിടെ ഇരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ചെറിയ കഫേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടീ, കോഫി, ചെറിയ സ്നാക്സ്. ഡോക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഇറങ്ങാൻ നിൽക്കുക. ബയോ യാത്ര കയറാൻ നേരത്ത് ടിക്കറ്റ് പോലും എടുത്തില്ല ബ്രോ. ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സംഭവിക്കുമല്ലേ, ആദ്യം ടിക്കറ്റ് വെക്കും. നമ്മുടെ ഈ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ കണ്ടക്ടർ. I was so surprised you didn't ask the ticket earlier. You didn't ask the ticket earlier. Vayu, Erin, come, let's go. എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക. പൊക്കൂടെ പ്രത്യക്ഷമാണ് ഇങ്ങനെ പോസ്. അതെ, ഇത് വന്ന് ഒരാൾ ലാൻഡ് ചെയ്തു. അടുത്ത നമ്മുടെ ഫ്ലൈറ്റ് പോലെ തന്നെ കേട്ടോ. അടുത്ത ആൾക്കാർ കയറാൻ നിൽക്കുക. അതുകൊണ്ടല്ലേ. ഇതിന്റെ പേര് ഹരോൾഡ് വോക്കർ ജെട്ടി എന്നാണ്. ഞങ്ങൾ കരയിലിറങ്ങി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 4 വീൽ ഡ്രൈവ് കൊണ്ട് വന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ലുക്ക് ഔട്ടിലേക്ക് പോകാനുള്ള ബസ്സുകളുണ്ട്. 50 സെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ജന്നർ സ്ട്രീറ്റ് ഫെറി ടെർമിനൽ. ഇതുണ്ടല്ലേ മോർട്ടൺ മറൈൻ പാർക്ക്. അതെ, നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നു കേട്ടോ. ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. ഈ പുള്ളി സൈഡ് സീറ്റ്, നമുക്ക് ആ വണ്ടിയാണ് പോകുന്നത്. ഇതെല്ലാം നമുക്ക് പോകാനുള്ള. യഷ്നെ, നമുക്ക് ആ വണ്ടിയിൽ പോയാൽ പോരെ? 1 വെച്ചാൽ 3. അതെ, ഇഷ്ടമുള്ള വണ്ടി കയറാം നമുക്ക്. നമ്മുടെ കൂടുതലുള്ളവരാ അവരും കേട്ടോ. അവർ സെറ്റ് ചെയ്യാം.
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അടുത്ത കൂട്ടുകാരാട്ടോ ഫിനിഷ് ബ്രോ. ഹായ് ഹായ്. ഒരു കോട്ടയംകാരാണല്ലേ ചേച്ചി? നമ്മുടെ ഇവരൊക്കെ വീഡിയോക്കകത്ത് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ജീപ്പ്, അതെ നമ്മുടെ ജീപ്പിന്റെ മുതലാളിയായി നിൽക്കുന്നത് കേട്ടോ. അവരുടെ മക്കളുണ്ട് 2 പേര്. നമുക്ക് ഐലൻഡിൽ നിന്ന് വന്നിട്ട് ഇതുണ്ടോ ഈ ബസ് നമ്മുടെ ബ്രിസ്ബൻ സിറ്റിയിലുള്ള പോലെ തന്നെ സെയിം ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി ഇങ്ങനെ പോന്നാൽ മതി. നമ്മുടെ കൂടുതലുള്ളവരെല്ലാം ബസ്സിലുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ബസ്സിലുണ്ട്. ഞങ്ങൾ അവസാനം വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാർക്കിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സംഭവം ഇവിടെ ഒരു ടോയ്ലറ്റ് റീഫ്രഷ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ ഓസ്ട്രേലിയയിലെ സ്റ്റാൻഡേർഡ് പോലെ എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. വന്ന് ഫുഡ് കൊണ്ടുവന്നവർക്ക് ഫുഡ്, സ്നാക്സ് ഉണ്ട്. അവിടെ ചെറിയ ഫിഷ് ആൻഡ് ചിപ്സും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 7-Eleven പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റിൻ ബ്രോ ഓക്കെ അല്ലേ? കണ്ണാടി വെച്ച് ചേട്ടോ. 2 പേരും കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ള ചേച്ചി ഡബിൾ ഓക്കെ അല്ലേ? ഇത് ഭയങ്കര ചിരി തമാശയായിട്ട് ഇത് $1.5 ജോലിയൊക്കെ മേടിച്ച് കാശൊക്കെ ആയിട്ട് മുതലാളിയായിട്ട് ഓടി മാറുന്നുണ്ട്. ചിലരൊക്കെ കളി ഓൺ അതേ തുടങ്ങി, ഫുട്ബോൾ തുടങ്ങി കഴിഞ്ഞു. ജൂനിയർ മെസ്സിമാരൊക്കെ തകർത്തോണ്ടിരിക്കുക. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എടുത്തിടുന്നേ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സംഭവമൊക്കെ എടുത്തേ. അപ്പോൾ നമ്മൾ സ്റ്റാർ ബ്രോക്കാരൻ്റെ അകല കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി 4-wheel ഡ്രൈവ് ആയിട്ട് കൊണ്ടുവരണം. ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് ബുക്ക് ചെയ്യാൻ കിട്ടിയില്ല, അല്ലാതെ ഞങ്ങൾ പൊളിച്ചേനെ അല്ലേ. ബോമിൻഡി സർഫ് ബോട്ട്സ് ഇവിടെ സ്നാക്സ് കിട്ടുന്ന ആടാ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും 4-wheel ഡ്രൈവ് ഒക്കെ ആയിട്ട് വന്നിട്ട് പൊളി സംഭവം കേട്ടോ. ജോർജ് വോക്ക് എന്നാണ് എഴുതിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ഞാൻ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് മൊത്തം ബിക്കിണിയൊക്കെ ഇവിടെ സെയിലാണ്, 40% ഓഫർ. സ്ഥലത്തിൻ്റെ പേരുണ്ട് ജോർജ് വോക്ക് എന്നാണ് കിടക്കുന്നത്. ഇവിടെ ബസ് വന്ന് ഇതുണ്ട് ഈ റൂട്ടിൽ നമ്മളെ അവിടെ നിന്ന് പിക്കപ്പ് പോയിന്റിൽ നിന്ന് വന്ന് നമ്മുടെ ഫെറി വന്ന് ഇറങ്ങിയ ഫെറി ടെർമിനലിൽ നിന്ന് വന്ന് നമ്മൾ പിക്ക് ചെയ്ത് ഒരു പോയിന്റിലൊക്കെ വരും. ഇനിയിപ്പോൾ 4-wheel ഡ്രൈവ് ആയിട്ടൊന്നും അല്ല എന്ന് കൂട്ടിക്കും. ഇതാണ് ഒരു ഓപ്ഷൻ. ഇതുണ്ട് ഇവിടെ ഒരു ചെറിയ കഫേയും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം അവിടെ വന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ഇവിടെ എന്തെങ്കിലും സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ഗാർഡ് ഉണ്ട്, ടൈറ്റ്സിൻ്റെ കണ്ടീഷൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്പൂൺ കൊണ്ടുപോയി കാണാൻ ഈ പെട്ടിക്കകത്ത് മറന്നുപോയേ. അവസാനം പിന്നെ സ്പൂൺ എടുക്കാൻ വേണ്ടി കടയിൽ പോയി. ചെവിതോണ്ടി പോലെയുള്ളവർ വേറെണ്ണം കിട്ടി, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാനനച്ചോലയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. വരൂ. നിങ്ങൾക്ക് തന്നെ ഒരു ഊറ്റുമില്ലാത്ത കുഞ്ഞുകാലാണോ? ഗ്രംബിയായെന്ന് തോന്നല്ലേ? എന്താ അവളുടെ ഒരു ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുത്ത് കാണില്ല മമ്മീജി. നമ്മൾ വുഡ് ഗേറ്റിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ളത്. ഇവിടുത്തെ നല്ല ചൂളയൊക്കെ ആയിട്ട് സൂപ്പർ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ലെറ്റ്സ് ഗോ, വാ എവരിവൺ ഗോ. ഇവിടുത്തെ കടലിലെ കളർ നോക്കിയേ, പൊളി വ്യൂ കേട്ടോ. സൂപ്പർ ബീച്ചാണല്ലോ. ഒരു ഡ്രോൺ അയ്യോ എത്രയോ പേരെ സർഫ് ചെയ്തിരിക്കുന്നേ. അയ്യോ നല്ല സർഫിങ് നോക്കിയേ, എല്ലാം സർഫിങ് ഉണ്ടോ? ആൾക്കാർ എന്താ ഉള്ളിൽ പോയി കിടക്കും. ആൽഫ്രഡ് വന്നപ്പോഴോ ഇവിടെ നല്ല കലിപ്പൻ ഷാർക്ക് വേണമായിരിക്കും അല്ലേ? ഇത് മനോഹരം അല്ലേ? സൂപ്പർ വ്യൂ ആ. ഇതിങ്ങനെ ഓരോ ഇങ്ങനെ പടിക്കെട്ടുകൾ ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുക. ഈ വ്യൂവിന് വേണ്ടിയിട്ട് ഇറങ്ങി ഈ നമ്മുടെ വോക്ക് വേയിലും കൊണ്ട് ഇറങ്ങി Wow, it's a baby is crying. What sort of baby is it? എന്താ കരയുന്നത്? ഓ കഴുകന്മാരാ കേട്ടോ. അതൊരു കഴുകനോട് ഇരിപ്പുണ്ട്. ഇവിടെ സാംസങ് ആണോ ഐഫോൺ ആണോ ഇതൊന്ന് നോക്കുക കേട്ടോ. നോക്കി എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കിയാ ഇനിയിപ്പം ഇത് നോക്കിയേ. അതിന്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആഗ്നസ് എന്ന് പറഞ്ഞ എങ്ങനെ? ചെളിയും കാളിയൊക്കെ പോകുന്നത് ഓടുന്നു. എന്താ വിബ്ജിയറിന്റെ കാര്യമാണോ പറയുന്നത്? സ്ഥലത്തിന്റെ പേരെന്താ ടാസ്മാനിയയിലെ? മറ്റേ ഫയർ റോക്ക്. ഏതാന്ന് പറഞ്ഞേ? സൺസെറ്റിന്റെ സമയം ആകുമ്പോഴത്തേക്ക് ഓറഞ്ച് കളറിലുള്ള സീ വരും. ഈ ക്ലിഫിൽ നിന്ന് താഴെ പോയത് കേട്ടോ. എന്നെ ഐറ്റം ലുക്കാ നോക്കി, മാരൊക്കെ ലുക്കാ. സ്റ്റാർ ബ്രൂക്ക് ഐലൻഡ്. ഓ ഈ ആൾക്കാർ നോക്കി എന്തേരം ഉള്ളിലാണ് വന്ന് നിൽക്കുന്നത് നോക്കി. ഓഹോ ബ്രോ കണ്ടോ ബ്രോ? എന്തേരം ഉള്ളിൽ അവർ നിൽക്കുന്നത്.
ആൾക്കാരെ കാണുന്ന പൊടിയും ഇല്ല. അത് ഇപ്പോഴും ഉണ്ട് അവിടെ. ഒരു അന്യായ ഫ്രെയിമാണ് കേട്ടോ ഇത് അല്ലേ. സൂപ്പർ ഫ്രെയിമാ. എൻ്റെ ഫാദറിൻ്റെ പേരിലുള്ള സ്ഥലം. എന്നടാ വെച്ചാ അയ്യോ, ഇവിടെ ഒരു ഭയങ്കര കുഴി. ഇവിടെ ഒരു ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് ഈ സ്ഥലത്തുനിന്ന്. എന്താണെന്ന് അറിയത്തില്ല. ഓ, ഇവിടെ തിര എടുത്തിട്ട് ഭയങ്കര ഒരു നോയ്സി ആയിട്ട് വരുന്നുണ്ട്. നമ്മളൊക്കെ എന്തോ മൃഗങ്ങളാണ്. ഭീകരം കേട്ടോ. വെള്ളം അടിച്ച് കയറിട്ടെ ഭയങ്കര ഒരു സൗണ്ടാണ് ഇവിടെ. ആൾക്കാർ വന്നിരും. ഓ, ഇതല്ലേ നമ്മുടെ ഗുഹ പോലത്തെ സ്ഥലം കേട്ടോ. അള്ള പോലത്തെ സ്ഥലമാണ്. വെള്ളം ഇങ്ങനെ ഇതിനകത്തോടെ അള്ളിനകത്തോട് പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ വിളിക്കാൻ സംഭവമുണ്ട്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉയ്യോ, നമ്മുടെ സിഡ്നിയിലെ ബ്ലാക്ക് ഹോൾ കയാമെന്ന പോയായിരുന്നു. അവിടെ പോയിട്ടുണ്ടോ? ഇതിന് ഒരൊറ്റ അടി ഇതുണ്ട്. ഇവര് വെയിറ്റ് ചെയ്യാതെ ഒരു മിനിറ്റിന് ഇത് സംഭവിക്കും. ഇത് പിന്നെ ഇത് തെറിച്ചു വരും. ചെയ്തു കിട്ടും. ഇത് ഇവര് അതിന് വേണ്ടിയിട്ട് ഈ മാതാമയൊക്കെ ഇരിക്കുന്നത്. ഇതുണ്ട്. അവിടെ തെറിക്കുന്നുണ്ടോ? അവിടെ തെറിക്കുന്നുണ്ട്. അവിടെ തെറിച്ച് ഒരു ഒറ്റ അടിയാ. നല്ല രസമാണ്. അവിടെ ഒന്നും എന്നാ ബ്രോ. ഇത് മൊത്തം ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ചിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ കങ്കാരൂരിൻ്റെ പോലെ തന്നെ ഇങ്ങനെ നടന്നു വരാനായിട്ടുള്ള നല്ല സ്റ്റെപ്പുണ്ട്. ഇതുണ്ടോ, നമ്മുടെ കൈതപ്പന ഇങ്ങനെ നിൽക്കുക. നല്ല സുന്ദരമായ സ്ഥലമാണ് കേട്ടോ. അതിങ്ങനെ അടിച്ചിട്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ ആയിട്ട് വരാനായിട്ട് സൂപ്പർ ഒരു സ്ഥലം. ഇവിടെ ആമകളുണ്ട്, ടർട്ടിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ കാണാനായിട്ടുള്ള പരിപാടിയാണ്. ഇതൊരു ഗോർജാന്ന് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഈ ഗോർജ് ഒന്ന് കണ്ടുകളയാൻ. നല്ല സൂപ്പർ ഒരു സ്ഥലമാണ്. ഈ ഗോർജ് മൊത്തം ഒരു കെട്ടിയിട്ടിരിക്കുന്നോണ്ടേ ഒരു ഗോർജ് എന്നാ പറഞ്ഞത്. Where is the turtle? Over there? Oh, at the last point. Oh. Oh, right. Okay. I found a friends from Finland. They're from Finland, isn't it? Both Ali and Andy. And which part of Finland? Turku. Nice to meet you. Enjoy. Thank you. How far from Helsinki? 2 hours. Oh. ഓ, നല്ലൊരു ചെടി നോക്കിയേ. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. ഇതിൻ്റെ ഒരു പൂക്കളൊക്കെ ആയിട്ടെ നോക്കിയേ, കണ്ടായിരുന്നോ? വാവ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഒരു ഇടത്താവളത്തിൽ വന്ന് ഇരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര റെസ്റ്റിലാണ്. എല്ലാവരും കാപ്പി കുടിക്കുകയാണോ? ഹലോ, കാപ്പി കുടിക്കുകയാണോ? കാട്ടിൽ കാപ്പിപ്പൊടിയില്ല. അല്ലാതെ നമ്മൾ കല്ല് നിങ്ങൾ മറ്റേ പഴയ പരിപാടി ചെയ്യും ബ്രോ. 2 കല്ലെടുത്ത് ഉരച്ച് തീ കത്തിച്ച്. ഇത് നല്ലൊരു വ്യൂ ആണ്. അല്ല, തീ കത്തിച്ച് നമ്മൾ കടുങ്കാപ്പിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് നമ്മൾ എടുക്കുന്നു. സ്പൂണൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പല്ല് കത്തി തൊട്ട് നമ്മൾ ആദ്യമേ നിങ്ങൾ മോഡേൺ ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് പഴയയിലേക്ക് തിരിച്ചു പോകും. ാണോ ബ്രോ? എന്തോ അത് എവിടെ നിൽക്കുന്നത്? കാട്ടുകൈത അല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ ഇതില്ലേ കൈത? ഇതാണോ നമ്മുടെ ഈ പാത കഴിയുന്നൊരു സാധനം ഉണ്ടല്ലോ, കൈത? ആ കൈതയാണോ ഇത്? സിറ്റിന്ന് അതെ. യാത്രാമധ്യയിൽ ഞങ്ങൾ മാങ്ങാണ്ടി പോലൊരു സാധനം കണ്ടു. ഇത് കൈതയുടെ വിത്ത്. അയ്യോ, നോക്കി ഇതിന്റെ എഡ്ജ് ഉണ്ടോ ബ്രോ?
കൈതയുടെ തോന്നുന്നു. പക്ഷെ ഭയങ്കര ഒരു അല്ല ആൻറ്റി ഒരു ഒരിടയ്ക്ക് വേണ്ടി ഈ ക്യാൻസറിൻ്റെ ഇത് ഒരു താമരയുടെ കാണിച്ചു ഒരു വീഡിയോ വൈറലായ ഒരു സംഭവം ഓർക്കുന്നുണ്ടോ പണ്ട് യൂട്യൂബിൽ ഓർക്കുന്നുണ്ടോ ജസ്റ്റിനെ? പണ്ട് ഈ താമരയുടെ പോലത്തെ ഒരു സാധനം വീഡിയോ ഇട്ടിട്ടേ നമുക്ക് കണ്ടൊരു അറപ്പ് തോന്നുന്ന സൈസ് സാധനം ഇട്ട് ഓർക്കുന്നുണ്ടോ? ഇതിൻ്റെ എഡ്ജ് കണ്ടോ? ഇതുണ്ടോ? ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനത്തെ വീഡിയോ വന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? എൻ്റെ മോനെ ഞാൻ അൺകോഷ്യസി ആയി പോകും കേട്ടോ. എടാ അങ്ങനെയല്ലടാ, മോന്ത തിരിച്ചു വെക്കടാ. എടാ മോന്ത അങ്ങനെ വെച്ചാ അങ്ങനെ. എടാ ഇതേണ്ട വട്ട, ഇതേണ്ട ഇറച്ചി പൊതിയുന്ന വട്ട. നമ്മളെ അക്കരെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോണ്ടല്ലോ ആ അത് കണ്ടില്ല, ആ നടപ്പാതയുണ്ട്, ആൾക്കാർ നടന്നു പോകുന്നേ. ഇക്കരെ വരെ ഇങ്ങനെ നടന്നു വരാം കേട്ടോ. ഇവരുടെ ഈ പേവിങ്ങും പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം കേട്ടോ. അവർ നല്ല സേഫ്റ്റി ഫീച്ചറേ തകർത്ത് ഒലിവ് ട്രീ പോലെ നിൽക്കുന്ന ഒരു മരം. അതിൽ ഇങ്ങനെ ഒരു കായുണ്ടേ. ഇതിപ്പോ കടലിറങ്ങിയപ്പോ താന്നാന്ന് തോന്നുന്നു. ഇവിടെ is it come to the rock or just pop it up? Is it come on the top of the rock? No, only in the water. Oh, okay. ഇങ്ങനെ ആ ടോർട്ടിൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? ഓരോ സ്ഥലത്തിന് പോയാലും ഓരോ ബ്യൂട്ടിയാണ്. നോക്കി ഇവിടെ ഒരു വേരുണ്ടോ? ഈ വേരിനൊരു പ്രത്യേകത ഉണ്ടോ? നോക്കിയാ ബ്രോ, നോക്കിയേ ഈ വേരുണ്ടോ? കെട്ടി വെച്ചിരിക്കുക, സ്വിഫ്റ്റ് ആയിട്ട് കെട്ടി വെച്ചിരിക്കടാ. ഇതുണ്ടോ? ആ ഓ ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ അല്ലേ? ആ നമ്മുടെ മാതാമാരെല്ലാം ഇവിടെ നിൽക്കുകയാണല്ലോ. ക്ഷമിച്ചേക്കുന്നു. ഓ അവരാ കല്ലിന്റെ പുറത്ത് കയറിയിരിക്കുന്ന നിൽക്കുക, പാറപ്പുറത്ത്. ഓ വാ ആൾക്കാരെ ഭയങ്കരം ടട്ടിലുണ്ടോ അതിനകത്ത്? ടട്ടിൽ എന്ന് പറഞ്ഞാൽ ഭീകരം ടട്ടില്. സൂപ്പർ കാഴ്ച കേട്ടോ. അന്നും പൊങ്ങി നിൽക്കുക. ആ അതെ ടട്ടിൽ നിൽക്കുന്നു. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ക്യാമറ കിട്ടത്തില്ല കേട്ടോ. ഇല്ല പാടാ കിട്ടണല്ലേ, ക്യാമറ കിട്ടാൻ പാടാ. ഇവിടെ അടുത്ത് പൊങ്ങിയാൽ രക്ഷപ്പെട്ടു. നല്ലപോലെ നമ്മളത് ഫോട്ടോ കാണിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. താന്നു പോയി ഇതൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നെന്ന് തോന്നല്ലേ? ഗുഹ പോലെ വെള്ളം കയറി കിടക്കാം. നമുക്കൊരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിത് പ്രസ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എമർജൻസി ഒരു വൈഫൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനേബിൾഡ് വൈഫൈ സിസ്റ്റം കേട്ടോ. നമുക്കത് ക്യാമറയിൽ കൂടെ സംസാരിക്കാം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിട്ട് കൊടുത്ത് നമുക്ക് കണ്ടിച്ചിട്ട് കൊടുക്കാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കയറി വന്നു കഴിയുമ്പോൾ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എവിടെ പിടിച്ചാലും ക്യാമറ വ്യൂ ഫ്രെയിമാ. ഈ ചൂളെ കയറാണ്ടോട്ട് നട്ട് പിടിപ്പിച്ചു നോക്കാം. I mean, this is nice, going down to the beach. Yeah. And then Amity Point's nice. Sorry, mission? Amity Point. Amity Point? Ah, are you from Brisbane or? Yeah, Brisbane. Oh, we from North Lakes. Oh, nice. What's your name? I'm Ali. Ali, nice to meet you. I met Ali, another Ali from Finland. Oh, nice. Thank you, have a nice day. Thank you, bye-bye. എന്നാ ഭയങ്കര ഫണ്ണിയാ. ഇതുണ്ടോ?
നല്ല ഫ്രെയിമാണ് ഇവിടെ. അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുമല്ലോ, അത്ര കുഴപ്പമില്ല ശരിക്കും. ആണോ? ഹലോ ഗായ്സ്, where you guys from? Sri Lanka, Ellakiri. I've been to Sri Lanka last month. Ella, Kandy, and Colombo. I've been to everywhere. Ramanakkavel and Siyagiri, everywhere. Brisbane. I'm born in India, South India, Kerala. What about you guys? Which part of Sri Lanka? Kandy. I've been to the Buddha's tooth. Yeah. You from Brisbane? Yeah. Which part of Brisbane? Like south side. We are from North side. Nice to meet you. Lovely. Thank you. നമ്മുടെ ഈ ഓസ്ട്രേലിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സ്ഥലങ്ങളും ഓരോ ആദിവാസികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് പറയാനും ബ്രോ? യൂറോപ്യൻസ് കോളനിവൽക്കരിച്ചു. പിന്നെന്താണ്, അതുപോലെ തന്നെ അവരാണ് ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് മറ്റേ നമ്മുടെ കുടിച്ചാൽ പൂസാകുന്ന സാധനവും അവൻ്റെ കാലിറങ്ങുന്ന സാധനമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, നമ്മളെ പേരൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുള്ളൂ, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവരാണെന്നാണ് പറയുന്നത് അല്ലേ? ഇവർ സ്നേഹം കൊടുത്ത് ഇവരെ ഇത് പിന്നെ ഇവർക്ക് ഇത് കൊടുത്തപ്പോൾ ഇവർ വാങ്ങി അങ്ങനെ വെട്ടിപ്പിടിച്ചെന്നാണ് പറയുന്നത് അല്ലേ? ഓ ബ്രോ, വേറൊരു സാധനം കണ്ടോ? ഇതുണ്ട്, ഈ കാ കണ്ടോ ബ്രോ? ഇത് നല്ലൊരു കാഴ്ച. എനിക്ക് ഇതാണ് നമ്മൾ മുമ്പേ കണ്ട പനങ്ക. അതിന് പറയുന്ന പേരാണ് നമ്മുടെ നാട്ടിൽ തഴ പാ ഉണ്ടാക്കുന്ന സാധനം. അതിൻ്റെ കാ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതിന് മുള്ളില്ലാത്ത തഴപ്പായ കേട്ടോ. അല്ലപ്പോൾ അതുകൊണ്ട് ഇത് കാ കിടക്കുന്നുണ്ടോ, പഴുത്ത് കിടക്കുന്നുണ്ടോ? ഈ ടൂറിസ്റ്റ് സ്ഥലത്താണെങ്കിൽ പോലും ഇവർ പട്ടിയും കൊണ്ട് വരുമോ നോക്കിയേ, അല്ലേ? പാർട്ട്ണർ ഇല്ലാത്തവർ പട്ടിയും കൊണ്ട് വരും, അത്രേ ഉള്ളൂ അല്ലേ? ബ്രോ അതിനെപ്പറ്റി ഒന്ന് പറയാം, ആദിവാസികളെ പറ്റി ഒന്നും അറിയത്തില്ല. അല്ല സംഭവം അതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഇപ്പോൾ ആലിസ് സ്പ്രിങ്സ് ആണെങ്കിലും നോർത്ത് ടെറിട്ടറി ഓസ്ട്രേലിയയുടെ 3-2 ഭാഗത്തും മൊത്തം ആദിവാസികളായിരുന്നല്ലോ. കുക്ക് സാഹിബ് വന്നപ്പോഴല്ലേ ഈ സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച്. അതിനു മുമ്പ് ഈ ഇതെല്ലാം ആദിവാസികളുടെ കയ്യിലായിരുന്നല്ലോ. അവരുടെ ഒരു പേരും അവരുടെ പിന്നെ നാമത്തിലുമാണല്ലോ പല സ്ട്രീറ്റുകളും പല സ്ഥലങ്ങളും പോലും അറിയപ്പെടുന്നത്, ശരിയല്ലേ? ഓസ്ട്രേലിയയുടെ എല്ലാ പ്രദേശത്തും ആദിവാസികളുണ്ട്. ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടു. പോപ്പുലേഷന്റെ 1% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർ നോർത്തേൺ ടെറിട്ടറി ഒക്കെ എന്ന് പറഞ്ഞാൽ പകുതിക്ക് പകുതി അവരാ. മൊത്തം ടോട്ടൽ പോപ്പുലേഷന്റെ 1% ഉള്ളൂ. അതായത് ഇപ്പോൾ അവരധികം വർക്ക് ചെയ്തില്ല. കാരണം ഇവർ പിന്നെ മെഡിക്കെയർ കാർഡ് മറ്റേ ബേസിക് കാർഡെന്ന് പറഞ്ഞ കാർഡ് കൊടുത്ത് അതിനകത്ത് ഫുഡും ഇവർ കിട്ടുന്ന പൈസയ്ക്ക് പകുതി പൈസയും മറ്റുള്ള സാധനം കോളയൊക്കെ മേടിച്ച് ഇവർ ഇവരുടെ തന്നെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പകുതി പേര് ഇവരുടെ ആയുസ് ഒന്നാമത്തെ പൊതുവെ കുറവാണ്. കിഡ്നി ഡിസീസും അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ടേ. അത് നല്ലൊരു വൈബാണ് കേട്ടോ. ആൾക്കാരുണ്ടോ തുണിയൊക്കെ കൈയിടാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കിലോമീറ്ററുകൾ നടന്നാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ഓരോ പോയിന്റ് കണ്ടിട്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ്സുണ്ട്. ആ ബസ് ഇങ്ങനെ കറങ്ങി ഇതൊരു ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ജോർജ് വോക്ക് എന്ന് പറഞ്ഞത് ഇവിടെ റോഡ് കാണാം നമുക്ക്. ഇപ്പോൾ ആ ഒരു സൈഡ് വന്നിട്ടുണ്ട്, കോൺക്രീറ്റ് ആയി ഇവിടെ വഴിയായി. നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യാം. ഇവിടെ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയ സ്ഥലത്തൂടെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. അതാണ് ഒരു കാര്യം. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ആദിവാസികളുടെ ആദിവാസികളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെ ഇവിടെ എല്ലാം ഓരോരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ ശില്പങ്ങളൊക്കെ കാണാം, സ്ട്രക്ചറൊക്കെ കാണാം. അത് അവരുടെ പെയിൻറ്റിങ്ങും ആർട്ട് വർക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെ ഇവിടെ നല്ലൊരു സ്റ്റാൻഡിക്സോടെ ഇതാണ്. $60. അവർക്ക് 2 ഐസ്ക്രീം വേണം. ബ്ലൂ വണ്ണും പിങ്ക് വണ്ണും വേണം എന്ന് പറഞ്ഞു. ശരിക്കോ? താങ്ക് യു. ഓക്കെ, ഡോണ്ട് ഫോൾ ഡൗൺ, ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോൾ ഡൗൺ. ഓക്കെ, വെയിറ്റ് ഫോർ ഇറ്റ് ഡാഡി. ഓക്കെ, നമ്മളൊരു ഡ്രിങ്കും മേടിച്ചു. നമ്മുടെ ബാറിലൊക്കെ ഉള്ള പോലെ സെറ്റപ്പ് കേട്ടോ. ഇന്ന് ഹോളിഡേ സർചാർജ് ഒക്കെ ഉണ്ട്. ഈസ്റ്റർ മേടിച്ചു. നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബ്രോ? ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞേ. അതിന് $60 ഉണ്ടായി. ഹോളിഡേ സർചാർജ് ഒക്കെ കൂടി നശിപ്പിച്ച് ഭയങ്കര റേറ്റ് കേട്ടോ. എങ്ങനെയുണ്ട്? ആണോ? ഭയങ്കര പൈസയാ. അല്ല, ആട്ടൊന്നും വന്നില്ല. എന്നൊരു പറയണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത വെജി ബർഗർ ഒക്കെയാണ്. അതെ, വലിയ പാർട്ടി. അയ്യോ നോക്കി, എക്സ്ട്രാ ചിക്കൻ, ഫിഷ് ആൻഡ് ചിപ്സ്. കൊള്ളാം ബ്രോ. എടുത്ത് വയ്ക്കുമോ? സത്യം പറഞ്ഞ ഫുഡ് എങ്ങനെയുണ്ട് ബ്രോ? സുഖമല്ലേ? ഇന്ത്യൻ ഇവിടെ നമ്മൾ വെജി ബർഗർ മേടിച്ചു. $20 കൊടുത്ത് മേടിച്ചാണേ. നമ്മുടെ സമോസയ്ക്കകത്ത് ഉരുളക്കിഴങ്ങും സാധനം എല്ലാം കൂടെ ഉരുട്ടി അവൻ പന്താക്കിയിട്ട് ഇടിച്ച് വെറുതെ. ഇന്ത്യൻ്റെ കടയായിരുന്നു. നമ്മൾ ആ ഇന്ത്യൻ്റെ കട ആയതുകൊണ്ട് പറയല്ല, പക്ഷേ സംഭവം വെറും പൊളി. സ്റ്റാർ ബ്രൂക്ക് ഐലൻഡില്ലേ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് വരുമ്പോൾ എന്തെങ്കിലും ഫുഡുമായിട്ട് വീട്ടിലേക്ക് വരാവുള്ളൂ കേട്ടോ. ഫിഷ് എടുത്ത പോയിന്റ് കൊള്ളൂല.
ഓ പറഞ്ഞല്ല ആരെങ്കിലും റിവ്യൂ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. നമ്മൾ ഇത്രയും പൈസക്ക് ഇതിന് 60 ഡോളറാണ് ഞങ്ങൾ ഇത്ര സാധനം മേടിച്ചു. ഈ 2 കൂട്ടം മേടിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയായി? ആ ഉണ്ടോ? വല്ലത്തിനും കൊള്ളാവോ? എന്നാ അങ്ങനുണ്ട്? ഒരു കാര്യമില്ല. നമ്മുടെ ട്രാൻസ്ലിങ്കിന്റെ ബസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ എപ്പോഴും. നമുക്ക് ഇവിടുന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ ഫുഡ് കൊള്ളില്ലാത്ത കാരണം ഇങ്ങനെ എല്ലാവരും ചമണ്ടി നിൽക്കുക. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതുണ്ട് എല്ലാവരും. ഹൗ ഈസ് ദ ഫുഡ് ബ്രോ? ഇവിടെ കുടിവെള്ളം നമുക്കിങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊരു ഗോ സർക്യൂട്ടാണ്. നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് ഇതുവഴി കറങ്ങിയാണ് പോയത്. പക്ഷെ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ വട്ടം കറങ്ങി വരാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതാണൊരു പ്രത്യേകത. കാരണം നമുക്ക് നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഇതിലേ നമ്മൾ താഴെ കൂടെ ഇറങ്ങിപ്പോയി തിരിച്ച് കറങ്ങി വന്നത് അതേ അടുത്ത വഴി കൂടെ നമ്മൾ വന്ന് അവിടെ വന്നിപ്പോൾ ഫുഡ് കഴിച്ചു. കണിക്കൊന്ന അല്ലെന്ന് തോന്നുന്നു. എന്താണോ നല്ല രസമുള്ള ഇത് എനിക്ക് നല്ലൊരു ട്രോപ്പിക്കൽ ഇത് സ്ഥലത്തൂടെ പോകുന്നതുകൊണ്ടല്ലേ ഇവിടുത്തെ. ഞങ്ങളെ എല്ലാവരുടെ കൂടി സിലിണ്ടർ ബീച്ച് എന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. സിലിണ്ടർ ബീച്ച്. അപ്പോൾ അവിടെ നല്ല ജ്യൂസ് കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ഡയറ്റ് ജ്യൂസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് പൊളിക്കാൻ പോകും എല്ലാവരുടെ കൂടി സിലിണ്ടർ ബീച്ചിലേക്ക്. ഓസ്ട്രേലിയയിലെ ചെമ്പരത്തികൾക്ക് ഒരു ക്ഷാമവുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെമ്പരത്തികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ആരാ ചെമ്പരത്തിയൊക്കെ ആണ് ചെവി ഇത് കിളി പോയ ആരാ ഉള്ളേ? കിളി പോയ ഇതാണോ? പുള്ളിയാണോ കിളി പോയെ? ചെടികളുടെ ഒക്കെ ഇതുണ്ടെങ്കിൽ നല്ല പൊക്കമുള്ള എന്തൊക്കെയോ കാട്ടുപള്ളികളൊക്കെ കയറിയേ. ഈ ബീച്ചിലേക്കുള്ള വഴികളൊക്കെ ആണെങ്കിൽ നല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഒരു നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബീച്ച് 4 മണിയാകുമ്പോൾ അടയ്ക്കും കേട്ടോ. കാരണം നമ്മൾ അതുവരെയുള്ള എൻജോയ്മെൻ്റ് ഒക്കെ ഉള്ളൂ. സിലിണ്ടർ ബീച്ച് ക്യാമ്പിംഗ് വെഹിക്കിൾസ് പാസ് ദിസ് പോയിന്റ്. അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള ഒക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. എനിക്ക് പാർക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടോ. ഇവിടെ ഒരു നല്ലൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇതേ ഇതുകൊണ്ടോ എടാ ജസ്റ്റിനെ? ഇതുകൊണ്ടോ ജസ്റ്റിനെ? ഇതൊരു വള്ളി പോലൊരു സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ലെന്നേ, ഇത് കെട്ടിയെന്ന് വെച്ചിരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. ഇതുകൊണ്ടോ? ഒറിജിനൽ വള്ളിയാന്നേ. മരത്തേൽ വള്ളി കളിട്ടുണ്ടോരൊക്കെ പറഞ്ഞേ. ഇതുണ്ടോ മരത്തേൽ വള്ളി? ഈ വള്ളി എന്ന് പറഞ്ഞു കിട്ടേ ഉള്ളൂ. അതെ വള്ളി പൊട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കി. വള്ളി പൊട്ടിക്കണ്ട, ഒറിജിനൽ വള്ളി അത്. ഇങ്ങനെ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല ബ്രോ. ഇത് എത്തിക്കേണ്ടിയൊന്നുമല്ല. എന്നാ സ്ട്രോങ് ആണെന്ന് നോക്കി. ഇതുകൊണ്ട് നമ്മൾ ഇത്രയും വലിച്ചു പൊളിച്ച് ഇത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്മൂത്തി കുടിക്കാനുള്ള പരിപാടി കേട്ടോ. സ്മൂത്തി ഇതുണ്ടോ? That's for you. What is it? Acai chia ball. How much is it? Can you take it? Just want to take it. I want to see. Can you just hold it? Is it acai berry? That's blueberry, is it? Okay. Nice. How much is it? This one? I think 12. Okay. Enjoy. What is it? Sunset juice. What is it inside? Thanks, man. Hello, friends. ഞങ്ങളെ ബീച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അത് സ്റ്റാർ പൂക്കാനിലാണുള്ളത്. ഞങ്ങളുടെ ടീംസ് എല്ലാവരും വെള്ളത്തിലിറങ്ങി കുറേ നേരം കളിച്ചു. ഓരോ കുഴിയൊക്കെ വെട്ടി മാന്തിയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങാം. ഞങ്ങള് വെള്ളത്തിൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ബീച്ചാണ്, നല്ല ക്ലീൻ ബീച്ചാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന് ജമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഞങ്ങൾ ഇച്ചേരം മൊബൈലൊക്കെ മാറ്റി വെക്കാൻ തീരുമാനിച്ചു. കാരണം ശരിയാകത്തില്ല. ഞങ്ങളുടെ ബാഗെല്ലാം ഞങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ആരുമില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് മൊബൈലെല്ലാം വെച്ചിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പോകാൻ വേണ്ടി പരിപാടിയാണ്. അതെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന കൂട്ടുകാർക്ക് ഒരു ബുദ്ധി. ഇതന്നെ വെളുക്കാൻ ചെയ്തതാണോ? മഡ്ബാത്തോ? ഫാൻ ബാത്ത്. എന്റെ പൊന്നണ നിന്നെ അങ്ങ് വെളുത്തൊരു പരിവായല്ലോ. അമ്പാടാ കണ്ണയിലൊക്കെ തെക്കാൻ പറ്റായിരുന്നോ മുഖത്തൊക്കെ? കണ്ണിന്റെ അല്ല ഇവന്റെ കഴുത്തിന്റെ അവിടെയൊക്കെ നോക്കുന്നേ, തലയുടെ അവിടെയൊക്കെ
ഇനി അവിടെയും കൂടെ പറഞ്ഞ് കൂട്ടിയേ കൂട്ടിയേ ശരിക്കും അപ്പൊ അതാണോ നമുക്ക് ഒറ്റ കുളിയും വെച്ചു കൊടുത്താ പോരെ തലേണ മണലും വെച്ചു മണല് നീ പിടിച്ചേ ഞാൻ ഇവന്റെ പുറത്തുനിന്ന് കയറി കിടക്കട്ടെ നീ പിടിച്ചേ എന്റെ പുറത്തുനിന്ന് കയറി കിടക്കട്ടെ ഇങ്ങോട്ട് വന്നേ വെള്ളത്തിൽ നോക്കിട്ടോ ഇത് സ്റ്റാർ ബ്രൂക്കലിൽ ഒരു മത്സ്യകന്യക തീരെ തടഞ്ഞപ്പോൾ മണലിൽ പൊത്തി കിടക്കുന്ന ഒരു മത്സ്യകന്യ നോക്കിയേ ചിരിക്കല്ലേ നോക്കിയേ ഒരു മത്സ്യകന്യ ചിരിക്കുന്ന മത്സ്യകന്യ കടൽ തീരത്ത് അടിഞ്ഞപ്പോ നോക്കിയേ ഇത് പേരെന്നാ മലയാളിയാണോ മലയാളി മത്സ്യകന്യ തീരെ തടിഞ്ഞപ്പോൾ സ്റ്റാർ ബ്രൂക്കലിൽ അടിഞ്ഞപ്പോ നോക്കിയേ ഇത് കണ്ടോ ഹലോ ചേട്ടോ ഇതെന്നാ പരിപാടി മത്സ്യകന്യ ഉണ്ടാക്കിയാണോ ആണോ ഞാനത് മുളച്ചു വന്നാണോ മുളച്ചു വന്നൊന്നും അല്ല അല്ലേ തീരത്ത് മത്സ്യകന്യ മുളച്ചു വന്നപ്പോ തിരിച്ചേ പേരെന്നാ മലയാളി പേരെന്നാ നാട്ടെവിടെയാ ആണോ ഇതെന്നാ പരിപാടി ചെയ്ത് കുഴിയിലാക്കിയാണോ അതോ പോരുന്നില്ലേ ആണോ ആരും പൈസ ഒന്നും തന്നില്ല അല്ലേ ഓക്കെ ശരി വാങ്ങിക്കോണേ ദർശനം മാത്രമേ എണീറ്റ് പോ ഇത് ഭയങ്കര മണമുള്ള മത്സ്യം തന്നെയാണല്ലോ മീനിന്റെ മണമുള്ള മത്സ്യം തന്നെയാണല്ലോ ഉണക്കമീന്റെ മണമാണല്ലോ പിന്നെ എണീറ്റോ അയ്യോ മത്സ്യകന്യ മരക്കെടുത്തു ഇതിന്റെ ഉടക്കാരൻ വരുന്നുണ്ട് പെട്ടെന്നായിരുന്നു എന്താ കയറി കിടന്നോ മത്സ്യകന്യോട് കൊടുത്തില്ലേ അടുത്തതായിട്ട് പ്രത്യക്ഷപ്പെട്ട മത്സ്യകന്യയാണ് ഞങ്ങൾ സ്റ്റാർ ബ്രൂക്കലിൽ പ്രത്യക്ഷപ്പെട്ട അടുത്ത മത്സ്യകന്യ നോക്കിയേ നോക്ക് നല്ല സുഖമല്ലേ നല്ല തണുപ്പായിരുന്നു പിടിച്ചത് ആ കയ്യാൻ വന്നല്ലേ ഞാൻ മൂടാനായിരുന്നു ബാക്കിയും കൂടെ ഇവിടുത്തെ സാനിറ്ററി പ്രത്യേകം നല്ല ക്ലീൻ ആണ്. എനിക്ക് എന്നാ ഒരു വേസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. കണ്ണാടി പോയി, എന്റെ കണ്ണാടി പോയി. എന്റെ സണ്ണിക വെച്ച് ഞാൻ നീന്താൻ പോയത് സ്വിമ്മിങ്ങിന്. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴി എന്റെ ക്ലാസ് പോയി. ലൈഫ് ഗാർഡുകാർ പറഞ്ഞാൽ അവർ ചിലപ്പോൾ കടലടിച്ച് വാഷ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ കയറുക കേട്ടോ. സ്റ്റാർ ബ്രൂക്കായിരുന്നു. അത് നല്ലൊരു ഐലൻഡാണ്, വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്, സൂപ്പർ ഒരു സ്ഥലമാണ്. വരുവാണെങ്കിൽ എല്ലാവരോടും കൂടി എൻജോയ് ചെയ്യാൻ നല്ല പറ്റിയൊരു സ്ഥലം. 4 മണിയാകുമ്പോൾ അടയ്ക്കുമോ? അപ്പോൾ നമുക്ക് വിരിയാം അല്ലേ? ഓക്കെ, സുനീഷ് ഭായിയുടെ നമ്മുടെ ജീപ്പിന്റെ വീഡിയോക്കകത്തൊക്കെ ഉള്ള ഓക്കെ കോട്ടയക്കാരൻ അല്ലേ? ഹലോ, ഞങ്ങളെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ബീച്ച് വന്നായിരുന്നേ. ഇവിടെ 5 മണി വരെ എൻട്രി ഉള്ളൂ. നല്ല ബീച്ചാണ്. പക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പുറകിൽ ക്യാമറാമാൻ അരുൺപുറവും കൂടെ ഞങ്ങളങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് എല്ലാവരുടെ കൂടി കുളിയെല്ലാം കഴിഞ്ഞ് പാസ്സാക്കിയിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ തിരിച്ച് ഓപ്പോസിറ്റ് നീന്തി വന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണാടി പോയി. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ അവർ സർഫുകാർ പറഞ്ഞു അവർക്കൊരു ക്ലബ്ബുണ്ട്, സർഫ് ക്ലബ്ബ്. അവിടെ പോയി ഗ്ലാസ് സണ്ണീസ്, അത് നല്ല വിലയുള്ള $500 പ്രിസ്ക്രിപ്ഷൻ ക്ലാസ് ആയിരുന്നു. ഞങ്ങൾ എടുക്കാൻ പോവാം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് രണ്ടാമത് പോയി എടുക്കാൻ പോവാം. ഈ പോകുന്ന വഴിക്കൊക്കെ ഇച്ചിരി ചള്ളയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിക്കുക എല്ലാം റെഡിയാണ്. പക്ഷേ പ്രൊജക്റ്റില്ല പോകാതിരിക്കാൻ പറ്റില്ല. ഗ്ലാസ് എവിടെ വെച്ചേക്കുന്നേ? വെച്ചേക്കുന്നല്ല, എന്റെ പോയി. ആണോ? ആ, ഞാൻ അവിടെ തിരിച്ച് നീതി വന്നപ്പോ പോയെന്നേ. ആണോ? ആ, നമ്മളിനി ചെറിയ കടവൊക്കെ കടന്നു വേണം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ. നല്ലൊരു ബീച്ചാണ്, സുന്ദര ക്ലീൻ. ഓസ്ട്രേലിയ ബീച്ചുകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗോവൻ ബീച്ചുകളെ പോലെ തന്നെ സുന്ദരിയായ ബീച്ചുകളാട്ടോ.
ഒരു 1 ഡേ ടൂറ് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല നല്ല ബീച്ചല്ലേ ബ്രോ? അല്ലേ? നമ്മളിവിടുന്ന് ഒരു 100 മീറ്റർ പോയാൽ പോലും നമുക്ക് വെള്ളം എത്ര ഉള്ളൂ. നമ്മൾ 100 മീറ്റർ അടുത്ത് പോയായിരുന്നല്ലോ. തിരിച്ച് നീന്തി എപ്പോഴാണ് ക്ലാസ് പോയത്? ഭയങ്കര സേഫ് ആയിട്ടുള്ള ബീച്ചാണ്. ലൈഫ് ഗാർഡ് ഉണ്ട് ഇവിടെ. Yeah, it will be in the bush. Thank you guys anyway. എടുത്തായിരുന്നു. സീകളല്ലേ ഇത്? ആ സീകളാന്നേ. ഇവിടെ ഞങ്ങളുടെ കണ്ണാടി പോയി ഇവരോട് ഒന്ന് ചോദിച്ചു. ഇവർക്ക് ഒരു ക്ലബ്ബുണ്ട്, ക്ലബ്ബിൽ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ തരുമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഒക്കെ ഇവിടുന്ന് സ്വൈപ്പ് അവേ വേറെ ഇവിടെയൊന്നും ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കിലോമീറ്റർ അകലെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പറയാൻ പറ്റത്തില്ല. ഏതായാലും ഞങ്ങൾ വന്നു, ചോദിച്ചു, എന്തായാലും നടക്കട്ടെന്നോർത്ത് ഞങ്ങളൊന്ന് കണ്ടിട്ട് പോയി. പോവാം നമുക്ക് എന്നാലേ. അപ്പോൾ ഞങ്ങളിതുണ്ട്, ഇതിൻ്റെ പുറകിൽ നല്ല അപ്പാർട്ട്മെൻറ്റ് കണ്ടോ? ഇവിടെ മൊത്തം അപ്പാർട്ട്മെൻറ്റ്. എനിക്കൊന്ന് ഇവിടെ ഒന്ന് താമസിക്കാം. കണ്ടില്ലേ? പല ഇതുണ്ട് ഇവിടെ അപ്പാർട്ട്മെൻറ്റ് കണ്ടോ? ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റേ. അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ വീഡിയോ അവസാനിപ്പിച്ച് നമ്മൾ പോവാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ ബൈ ഗായ്സ്.